കഥയാരംഭിക്കുന്നത് കൊറിയയിലെ ഒരു ബോക്സിംഗ് ജിമ്മിൽ നിന്നുമാണ്. ജിം ഓണറായ ചോയ് ജിം ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ചോയ്ക്കേറെ പ്രിയപ്പെട്ട 2 അഡോപ്റ്റഡ് കിട്ടുകളും ചോയ്ക്കൊപ്പം ക്ലീൻ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. ഗ്യൂറി എന്നും ഷിൻവു എന്നുമായിരുന്നു അവരുടെ പേരുകൾ. ഡ്യൂറി കാര്യം വളരെ ആക്റ്റീവായ ഉത്സാഹവതിയായ പെൺകുട്ടിയാണെങ്കിൽ ഷിൻവു ആണെങ്കിൽ വലിയ മടിയനും ഓരോ കാര്യങ്ങൾ ചെയ്ത പെട്ടെന്ന് ക്ഷീണിച്ച് അവശതയിലിരിക്കുന്നവനുമൊക്കെയായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷിൻവു ഡിസ്ട്രിക്ട് ലെവലിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ്, മാർഷൽ ആർട്ടിസ്റ്റുമാണ്. ഷിൻവുവിന്റെ വിജയം ഷിൻവുവിന് സ്കോളർഷിപ്പ് നേടിക്കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഷിൻവുവിനും ഗ്യൂറിക്കും നാട്ടിലെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. അങ്ങനെ സ്കൂളിലെ ആദ്യ ദിവസം എത്തി. മടിയനായ ഷിൻവു ഏറെ വൈകിയായിരുന്നു അന്ന് എഴുന്നേറ്റത്. അതിന്റെ പേരിൽ സ്കൂളിലേക്കും അവൻ വൈകിപ്പോയി. ഓടിപ്പിടിച്ച് സ്കൂളിലേക്ക് എത്തിയപ്പോഴേക്കും വൈകി വരുന്നവരെ പിടിക്കാനുള്ള മോണിറ്റർ അവിടെ ഉണ്ടായിരുന്നു. ഷിൻവു കൈയോടെ പിടികൂടപ്പെട്ടു. അതിന്റെ പണിഷ്മെന്റായി വന്നപാടെ അവന് പുഷപ്പ് എടുക്കേണ്ടി വന്നു. പണിഷ്മെന്റ് കഴിഞ്ഞതും ഷിൻവു തന്റെ പുതിയ ക്ലാസ്സിലേക്ക് എത്തി. അപ്പോഴേക്കും ഗ്യൂറി അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞിരുന്നു. വൈകി വന്ന ഷിൻവുവിനെ കണ്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഓക്വാർഡായിട്ടായിരുന്നു വൈകി വന്നതുകൊണ്ട് തന്നെ ഷിൻവു അകത്തേക്ക് കയറി ചെന്നത്. ഗ്യൂറി ആ സമയം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നാലെ ഷിൻവുവും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയിരുന്നു. ഷിൻവുവിന് സുരക്ഷിതമായ ബാക്ക് സീറ്റ് തന്നെ ലഭിച്ചിരുന്നു. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ. ഉഴപ്പനായ ഷിൻവുവിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ മനസ്സുണ്ടായിരുന്നില്ല. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഡെസ്കിൽ തലവെച്ച് അവൻ ഉറങ്ങാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെയുമൊക്കെ ഇരിക്കാൻ ആരംഭിച്ചു. ഷിൻവുവിന്റെ ഈ ലേസി ആറ്റിറ്റ്യൂഡും പഠിക്കാൻ താല്പര്യമില്ലായ്മയും ഒക്കെയും ബാക്ക് ബെഞ്ചറായ അടുത്തിരിക്കുന്ന കുട്ടിയായ ജിൻഹുവാന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഷിൻവുവുമായി സൗഹൃദത്തിലാവാൻ ജിൻഹുവാൻ ആഗ്രഹിച്ചു. ഉഴപ്പന്മാരായതുകൊണ്ടാവണം വളരെ പെട്ടെന്ന് രണ്ടുപേരും കമ്പനിയായി. അന്ന് ക്യാൻറ്റീനിൽ പോയി സ്നാക്സ് മേടിച്ചപ്പോഴും അവരുടെ ഇഷ്ടം ഒരേപോലായിരുന്നു. രണ്ടുപേരും ഒരേ സ്നാക്കൊക്കെ മേടിച്ചു. ക്ലാസ് ഒക്കെ കഴിഞ്ഞതും പതിവ് പോലെ ഷിൻവു ജിമ്മിലേക്ക് പോയി. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. സ്വയം സ്ട്രോങ്ങർ ആയിട്ടിരിക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും വേണ്ടി അവൻ നല്ല രീതിയിൽ പരിശീലിക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് അവന്റെ വളർത്തച്ഛൻ ചോയ് കടന്നു വരുന്നത്. ഷിൻവു അന്ന് സ്കൂളിൽ വൈകിയാണ് പോയത് എന്നറിഞ്ഞിരുന്ന ചോയ് അതിന്റെ പേരിൽ ഷിൻവുവിനെ ശകാരിച്ചു. പക്ഷേ ക്ഷമാപണം നടത്തേണ്ടുന്നതിന് പകരം തന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത പോലെ ചോയോട് ഷിൻവു എതിർത്തു പറയുകയായിരുന്നു ചെയ്തത്. അതോടെ ചോയ്ക്ക് വലിയ ദേഷ്യം വന്നു. ഷിൻവുവിനടുത്ത് ചോയ് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം മറുവശത്ത് ഗ്യൂറി ആകട്ടെ വീട്ടിൽ ഡ്രാമയും കണ്ട് ന്യൂഡിൽസ് ഒക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഷിൻവു കടന്നു വന്നു. വന്നതിന് പിന്നാലെ ഗ്യൂറിയുടെ പാത്രത്തിൽ നിന്ന് ന്യൂഡിൽസ് എടുത്ത് അവൻ കഴിക്കാൻ ആരംഭിച്ചു. ഗ്യൂറിക്ക് അതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ അവനോട് ദേഷ്യപ്പെട്ടു. പോയി ന്യൂഡിൽസ് മേടിച്ചുകൊണ്ടുവരാനും ഇതിന് കോമ്പൻസേഷനായി ഐസ്ക്രീമും വാങ്ങിക്കൊണ്ടുവരണം എന്നവൾ അവനോട് പറഞ്ഞു. ഗ്യൂറി വാശി പിടിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഷിൻവുവിന് മുമ്പിൽ മറ്റു വഴിയുണ്ടായിരുന്നില്ല. തന്റെ സേവിങ്സ് എടുത്ത് ന്യൂഡിൽസും ഐസ്ക്രീമും വാങ്ങാൻ അവനടുത്തുള്ള സ്റ്റോറിലേക്ക് പോയി. സ്റ്റോറിൽ നിന്ന് സാധനവും വാങ്ങി തിരികെ പോരുന്ന വഴിയിൽ സ്കൂളിലെ പാവം പിടിച്ച ഒരു പയ്യനെ പ്രശ്നക്കാരായ സ്കൂളിലെ പയ്യന്മാരുടെ സംഘത്തിലെ കുറച്ചുപേർ ചേർന്ന് ഉപദ്രവിക്കുന്നത് അവൻ കണ്ടു. മൈൻഡ് ചെയ്യാതെ അവൻ മുമ്പോട്ട് പോവാൻ തുടങ്ങുകയായിരുന്നു. പ്രശ്നക്കാരായ കുട്ടികൾ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന പാവം പയ്യനെ പിടിച്ച് തള്ളിയതും അവൻ നേരെ ഷിൻവുവിന്റെ ദേഹത്തേക്ക് വന്നു വീണു. ഷിൻവുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീമും ന്യൂഡിൽസും താഴെ വീണ് നശിച്ചു പോവുകയും ചെയ്തു. ഷിൻവുവിന് അത് കണ്ടതും നല്ല ദേഷ്യം വന്നു. പ്രശ്നക്കാരായ പയ്യന്മാർക്കെതിരെ തിരിഞ്ഞ ഷിൻവു അവർ ചെയ്ത പ്രവൃത്തി കാരണമാണിത് സംഭവിച്ചതെന്നും ന്യൂഡിൽസിന്റെയും ഐസ്ക്രീമിന്റെയും പണം തരണം എന്നും ആവശ്യപ്പെട്ടു. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല അഹങ്കാരത്തോടെ ബുള്ളീസായ കുട്ടികൾ അവരോട് പണം ചോദിക്കാൻ ഷിൻവു കാണിച്ച ധൈര്യത്തെപ്പറ്റി പറഞ്ഞ് ഷിൻവുവിനെ അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. ഷിൻവുവിന്റെ കാണാനുള്ള ഭംഗിയെപ്പറ്റിയും അപ്പിയറൻസിനെയും ഒക്കെ പറ്റി പറഞ്ഞ് യൂൻജു എന്നുപേരുള്ള ആ കൂട്ടത്തിലെ ഒരു പയ്യൻ ഷിൻവുവിനെ കളിയാക്കുക പോലും ചെയ്തു. ഇൻസൾട്ട് ചെയ്യപ്പെട്ടതും ഷിൻവുവിനത് സഹിക്കാൻ പറ്റിയില്ല. നിന്നു നിൽപ്പിൽ ഷിൻവു യൂൻജുവിന് ഒരൊറ്റ പഞ്ച് കൊടുത്തു. ആ ഒറ്റ പഞ്ചിൽ അവൻ താഴെ വീഴുകയാണ്. ബോധം കെട്ട പോലെ യൂൻജുൻ താഴെ വീണു. ആ സമയം ആവശ്യത്തുണ്ടായിരുന്ന സ്കൂളിൽ പഠിക്കുന്ന കുറച്ചു കുട്ടികൾ ഫോണിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വീണ യൂൻജുങ്ങിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രശ്നക്കാരായ കുട്ടികളുടെ ഗ്യാങ് മെമ്പേഴ്സ് യൂൻജുങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയി. അവർ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ പാവത്താം പയ്യൻ തന്നെ രക്ഷിച്ചതിന് ഷിൻവുവിനോട് നന്ദി പറഞ്ഞു. ഐസ്ക്രീമും ന്യൂഡിൽസും പോയതിന്റെ പണം താൻ തരാമെന്ന് പറഞ്ഞ് അവൻ പണം കൊടുക്കാനൊരുങ്ങി. ഷിൻവുവിനും അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കുട്ടികൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവൻ കണ്ടത്. പണത്തിനു വേണ്ടി മാത്രമാണ് താനത് ചെയ്തത് എന്നവർക്ക് തോന്നരുതല്ലോ, ഇമേജ് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഷിൻവു കുറച്ചാള് കളിച്ചു. ശേഷം ഷിൻവു വീട്ടിലേക്ക് എത്തുകയാണ്. താഴെ വീണ് നശിച്ചുപോയ ഐസ്ക്രീമും ന്യൂഡിൽസുമായിട്ടായിരുന്നു അവൻ വീട്ടിലെത്തിയത്. അത് കണ്ടതും ഗ്യൂറിയുടെ ദേഷ്യത്തിന്റെ കാര്യം പറയണ്ടല്ലോ. ദേഷ്യപ്പെട്ട് പിണങ്ങി ഗ്യൂറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് പുലർച്ചെയും വൈകിയായിരുന്നു ഷിൻവു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. സ്കൂളിലേക്ക് ധൃതി പിടിച്ച് ഓടിയെത്തിയപ്പോ കഴിഞ്ഞ ദിവസം കിട്ടിയ പോലെ പുഷപ്പ് പണിഷ്മെന്റ് അന്നും അവന് ലഭിച്ചു. ശേഷം
സ്കൂൾ ഹോൾവേയിലൂടെ അവൻ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് കുട്ടികളൊക്കെ വലിയ ആരാധനയോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഷിൻവുവിനാണെങ്കിൽ കാര്യമൊന്നും അത്ര മനസ്സിലായതുമില്ല. ക്ലാസ്സിലെത്തിയപ്പോ വലിയ അഡ്മിറേഷനോടെ ക്ലാസ്സിലെ കുട്ടികളും അവനെ നോക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരൻ ജീഹ്വാന്റെ അടുത്ത് ചെന്ന് എന്താ കാര്യമെന്ന് അവൻ തിരക്കി. അപ്പോഴാണ് ജിൻഹ്വാൻ തലേ ദിവസം യൂൻജുങ്ങിനെ നോക്കൌട്ട് ചെയ്ത് വീഴ്ത്തിയ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തത്. കുട്ടികൾക്കിടയിൽ ആ വീഡിയോ വൈറലായിരുന്നു. അതുകൊണ്ടാണ് ഏവരും വലിയ മതിപ്പോടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബുള്ളീസിനെതിരെ സ്കൂളിലെ കുട്ടികളാരും ധൈര്യത്തോടെ എതിരിടാറുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് യൂൻജോങ്ങിന്റെ ഗ്യാങ് സ്കൂളിലെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരായ പയ്യന്മാരുടെ ഗ്യാങ് ആണ്. ഇതേ സമയം മറുവശത്ത് യൂൻജോങ്ങിന്റെ ഗ്യാങ് ലീഡറായ ലീ തന്റെ പയ്യന്മാരെ ഒരുത്തം വന്ന് തല്ലിയിട്ടു എന്ന വീഡിയോ കണ്ട് വല്ലാതെ ക്ഷുഭിതനാകുന്നുണ്ടായിരുന്നു. വീഡിയോ സ്കൂൾ മുഴുവൻ വൈറലായെന്നും തന്റെ ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷൻ പോയി എന്നും അറിഞ്ഞതും ലീ അത് കൂടുതൽ ചൊടിപ്പിച്ചു. ഷിൻവുവിനെ ഇവരും ഹീറോ ആയി കാണുന്നു എന്നതും ലീയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അത്തരം സ്ട്രോങ് ആയ ഒരുത്തനെ പുറത്തു നിർത്തുന്നതിലും നല്ലത് ബുദ്ധിപൂർവ്വം തന്റെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ലീ ചിന്തിച്ചു. അതിനുവേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ഗ്യാങ്ങിലെ മറ്റുള്ളവരെ ലീ ചുമതലപ്പെടുത്തി. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഷിൻവു പഠിക്കുന്ന ആ സ്കൂൾ ശരിക്കും ലീയുടെ പാരന്റ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ടായിരുന്നു മറ്റ് പ്രശ്നങ്ങളില്ലാതെ ടീച്ചേഴ്സിനാൽ ഉപദ്രവിക്കപ്പെടാതെ അവിടുത്തെ ബുള്ളീസിന്റെ ലീഡറായി ലീ അങ്ങനെ കഴിഞ്ഞു പോന്നത്. ലീക്കെതിരെ നടപടിയെടുക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ അധ്യാപകരോ കുട്ടികളോ ധൈര്യപ്പെട്ടിരുന്നുമില്ല. അന്നും ക്ലാസ് കഴിഞ്ഞ പതിവ് പോലെ ചോയുടെ ബോക്സിംഗ് ജിമ്മിലേക്ക് ട്രെയിൻ ചെയ്യുവാൻ വേണ്ടി ഷിൻവു പോയി. ആ സമയത്താണ് ജോങ്ജി എന്ന ഒരു യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. താനും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ജിമ്മിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നും അവൻ പറഞ്ഞു. ജിമ്മിലേക്ക് പുതിയൊരു മെമ്പർ വരുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. ഷിൻവു സന്തോഷത്തോടെ ജോങ്ജിയെ സ്വീകരിച്ചു. മാർഷൽ ആർട്ട് പ്രാക്ടീസിന് താൻ സ്ഥിരമായി ജിമ്മിൽ വരും എന്നവൻ പറയുകയും ചെയ്തു. പിറ്റേന്നും പതിവ് പോലെ ഷിൻവു രാവിലെ വൈകിയായിരുന്നു എഴുന്നേറ്റത്. ധൃതി പിടിച്ചവൻ സ്കൂളിലേക്ക് ഓടിയെത്തി. മോണിറ്ററുടെ അടുത്തു നിന്നും പണിഷ്മെന്റും ഏറ്റുവാങ്ങി. ക്ലാസ്സിലെത്തി പതിവ് പോലെ കിടന്നുറങ്ങി ക്ലാസ്സൊന്നും ശ്രദ്ധിക്കാതിരുന്നു. ഇന്റർവെൽ ആയ സമയത്താണ് അവൻ അടുത്തേക്ക് ലീയുടെ ഗ്യാങ് മെമ്പേഴ്സ് എത്തുന്നത്. അവരുടെ ടീമിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ഷിൻവുവിനെ ഇറിറ്റേറ്റ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് കണ്ടതും ഗ്യൂറി അതിൽ ഇടപെട്ടു. അവനെ വിട്ട് പോകുവാൻ ആവശ്യപ്പെട്ടു. ലീയുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പറിന് ഗ്യൂറി അങ്ങനെ ഇടപെട്ടത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ ഗ്യൂറിയെ ആക്രമിക്കാനായി കൈ ഉയർത്തിച്ചെന്നു. പെട്ടെന്നായിരുന്നു ഷിൻവു അത് തടഞ്ഞത്. പിന്നാലെ സ്കൂൾ ഹാൾവേയിൽ വെച്ച് ആ സംഘത്തെ അവൻ ഫൈറ്റിന് ക്ഷണിച്ചു. വൈകാതെ അതേ സ്കൂൾ ഹാൾവേയിൽ വെച്ച് ഷിൻവുവും ആ സംഘവും തമ്മിലുള്ള ഫൈറ്റ് അരങ്ങേറുകയാണ്. മികച്ച മാർഷൽ ആർട്ടിസ്റ്റായ ഷിൻവുവിനെതിരെ പിടിച്ചു നിൽക്കൽ അവർക്കത്ര എളുപ്പമായിരുന്നില്ല. ലീയുടെ ഗ്യാങ് മെമ്പേഴ്സിനെ ഷിൻവു അടിച്ച് താഴെയിട്ടു. അവിടുത്തെ സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷിൻവുവിന്റെ ഈ ഫൈറ്റും ധൈര്യത്തോടെ ലീയുടെ ഗ്യാങ്ങിനെ എതിരിടുന്നതും നോക്കി കണ്ടിരുന്നു. ജീസങ് എന്നായിരുന്നു അവളുടെ പേര്. ഷിൻവുവിനോടൊന്ന് സംസാരിക്കണം എന്ന് ജീസങ്ങിന് തോന്നി. പിന്നാലെ ഷിൻവുവിനെ സ്റ്റുഡന്റ് കൗൺസിൽ റൂമിലേക്ക് ജീസങ് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഷിൻവു ചെയ്ത പ്രവൃത്തിയെ പുകഴ്ത്തി ജീസങ് സംസാരിച്ചു. ലീയുടെ ഗ്യാങ്ങിനെതിരെ ധൈര്യത്തോടെ എതിരിട്ട് നിൽക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ലെന്നും അവൻ ചെയ്തത് വലിയ കാര്യമാണ് എന്നും അവൾ പറഞ്ഞു. അവനെ അങ്ങനെ പൊക്കിപ്പറഞ്ഞതൊക്കെ ഷിൻവുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അവനെപ്പോലൊരു ഹീറോയെ തങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നെന്നും ടീച്ചേഴ്സൊക്കെ ലീക്കെതിരെ നടപടിയെടുക്കാത്തതുകൊണ്ട് നിങ്ങളെപ്പോലെ ആരെങ്കിലും വന്നെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിലാകൂ എന്നും അവൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ജീസങ്ങിനെ ശ്രദ്ധിച്ചിരുന്ന ഷിൻവുവിനാണെങ്കിൽ അവളോടൊരു താല്പര്യം തോന്നി. തന്റെ ആ ഹീറോ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ തന്റെ വായിൽ വന്നത് അപ്പോ തന്നെ അവൻ പറഞ്ഞു. താൻ ഈ ഫൈറ്റൊന്നും ചെയ്യുന്നത് വെറുതെയല്ല. ലീയുടെയും സംഘത്തിന്റെയും കുട്ടികൾക്കെതിരെയുള്ള ഉപദ്രവമൊക്കെ താൻ അവസാനിപ്പിക്കും. ബുള്ളിയിങ് ഇല്ലാതാക്കും. സ്റ്റുഡന്റ് കൗൺസിൽ റൂമിൽ നിന്ന് ഷിൻവു പുറത്തേക്ക് വരുമ്പോ ലീ അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷിൻവുവിനടുത്തെത്തി ലീ സംസാരിച്ചു. റിവഞ്ചൊന്നും ലീയുടെ പരിഗണനയിലേ ഉണ്ടായിരുന്നില്ല. ഷിൻവുവിനോട് തങ്ങളുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാൻ ലീ ആവശ്യപ്പെട്ടു. ഷിൻവുവിന് ഗ്യാങ്ങിൽ ചേർന്നാൽ പണമടക്കം കൊടുക്കാമെന്നും ലീ ഓഫർ ചെയ്തിരുന്നു. പക്ഷേ ഷിൻവു അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. പൈസക്ക് വേണ്ടി ഒരു ബുള്ളി ഗ്രൂപ്പിൽ ചേരുവാൻ ഷിൻവു അത്ര തരം താഴ്ന്നവനായിരുന്നില്ല. അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോ ഗ്യൂറിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് വാങ്ങി അവൻ അവൾക്ക് സമ്മാനമായി കൊടുത്തു. അത് കിട്ടിയതും ഗ്യൂറി ഏറെ സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം കൊണ്ട് ഷിൻവുവിന് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഗ്യൂറിക്ക് തോന്നി. അന്ന് സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി അവൾ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി. ശേഷം വീട്ടിലേക്കും പുറപ്പെട്ടു. മറുവശത്ത് ഷിൻവു ആകട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ഡ്രിങ്ക് വാങ്ങുകയായിരുന്നു. പക്ഷേ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവന്റെ കയ്യിൽ പണമില്ല എന്നവൻ തിരിച്ചറിയുന്നത്. ഭാഗ്യവശാൽ ആ സമയം ജീസങ് അങ്ങോട്ടേക്ക് വന്നു. ഷിൻവുവിന്റെ കയ്യിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ തന്റെ കാർഡ് അവന് വേണ്ടി പേ ചെയ്യാൻ കൊടുത്തു. തുടർന്നുള്ള സംസാരത്തിൽ തന്റെ കൂടെ ഡേറ്റിന് ഇതിന് പകരമായി വരാമോ എന്ന് അവൾ ചോദിച്ചു. ഓൾറെഡി ജീസങ്ങിനോട് ഇഷ്ടമുണ്ടായിരുന്ന ഷിൻവു അവളുടെ ആ ക്ഷണം നിരസിച്ചതേയില്ല. ഇതേ സമയം മറുവശത്ത്
സമയത്ത് ഗ്യൂറി വീട്ടിലെത്തി ഷിൻവുവിനായി നല്ല വിഭവമുണ്ടാക്കാൻ ആരംഭിച്ചിരുന്നു. ജീസങ്ങിനൊപ്പം ഔട്ടിങ്ങിന് പോയതുകൊണ്ട് ഷിൻവു വൈകിയും വീട്ടിലേക്ക് എത്തിയില്ല. ഗ്യൂറി വല്ലാതെ ദുഃഖിതയായി. ഒക്കെ കഴിഞ്ഞവൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോ ഗ്യൂറി അവനോട് ദേഷ്യം കാണിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ ലീ തന്റെ ഗ്യാങ് മെമ്പേഴ്സുമായി സംസാരിക്കുകയായിരുന്നു. ഷിൻവു എതിരെ വന്ന ശേഷം ഗ്യാങ്ങിന്റെ വില മുഴുവനായും പോയതായി ഒരു മെമ്പർ ലീയുടെ അടുക്കൽ പറഞ്ഞു. ലീക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. തന്റെ ഫോൺ അവൻ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. അന്ന് വൈകുന്നേരം ഷിൻവു ഒരു കാഴ്ച കണ്ടു. ജീസങ് ജുങ്ജിയുമായി സംസാരിക്കുന്നു. അത് കണ്ടതും അവന് വല്ലാത്ത കുശുമ്പ് തോന്നി. അവരുടെ ക്ലോസ്നെസ് കണ്ട് അവന് വല്ലാത്ത സംശയവും വന്നിരുന്നു. അന്ന് വൈകിട്ട് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പോ ഷിൻവു ജുങ്ജിക്കടുത്ത് ജീസങ്ങുമായുള്ള അവന്റെ ബന്ധത്തെപ്പറ്റി ചോദിച്ചു. ആ സമയമാണ് ജുങ്ജി അത് പറഞ്ഞത്. ജീസങ് തന്റെ ഇളയ സഹോദരിയാണെന്ന്. അത് കേട്ടതും ഷിൻവുവിന് ആശ്വാസമായി. തനിക്ക് ധൈര്യത്തോടെ ജീസങ്ങിന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാമല്ലോ എന്ന് അവന് തോന്നി. ആ സമയമാണ് അങ്ങോട്ടേക്ക് ചോയ് കടന്നു വരുന്നത്. ജുങ്ജിയുടെ മാർഷൽ ആർട്സ് മികവുകളും അവന്റെ ഇംപ്രൂവ്മെന്റുമൊക്കെ ചോയ് എടുത്തു പറയുന്നുണ്ടായിരുന്നു. തന്റെ മുമ്പിൽ വെച്ച് ജുങ്ജിയെ അച്ഛൻ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് ഷിൻവുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ അവന്റെ അച്ഛൻ അവനെ ഒരിക്കലും പ്രകീർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ അച്ഛൻ നീ ഷിൻവുവിനേക്കാൾ ബെറ്ററാണ് എന്നുകൂടി പറഞ്ഞതും ഷിൻവു ആകവല്ലാതായി. അച്ഛന്റെ അടുത്ത് നിന്ന് അപ്രിസിയേഷൻ കിട്ടുവാൻ പിന്നെ അവൻ കൂടുതൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ ലീയുടെ ഗ്യാങ് ഒരു പാവം പയ്യനെ വീണ്ടും ബുള്ളി ചെയ്ത് പണം പിടിച്ചെടുക്കാൻ നോക്കുകയായിരുന്നു. ആ സമയം ഒരു കൗൺസിൽ മെമ്പർ ആ വഴി വന്നിരുന്നു. അത് കണ്ട് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന ആ പെൺകുട്ടി അവരോടത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതൊന്നും കേൾക്കാനേ തയ്യാറായില്ല. ലീയുടെയും സംഘത്തിന്റെയും പ്രവൃത്തികളിൽ വല്ലാതെ അരിശം തോന്നിയ സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് ജീസങ് ലീയെ കാണുവാൻ ചെന്നു. കുട്ടികളെ ബുള്ളി ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അവനത് നിർത്താൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഷിൻവുവിനടുക്കൽ തനിക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നും ജീസങ് പറയുന്നുണ്ടായിരുന്നു. ജീസങ്ങിന്റെ ആ പറച്ചിൽ കേട്ടതും ലീക്ക് നല്ല ദേഷ്യം വന്നു. എന്നിരുന്നാലും തന്റെ ദേഷ്യം അവൻ പിടിച്ചു നിർത്തി. ശേഷം ജീസങ്ങിനോട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഷിൻവു എന്റെ ഗ്യാങ്ങിലുണ്ടാകും. വൈകാതെ അത് സംഭവിച്ചു. ഷിൻവു ക്ലാസ്സിൽ തന്റെ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് 3rd ഗ്രേഡിലെ ഒരു ബിഗ് സീനിയർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. വന്നപാടെ ഷിൻവുവിനെ ഒരു ഫൈറ്റിന് ആ സീനിയർ വെല്ലുവിളിച്ചു. പിന്നാലെ ഫൈറ്റും ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ഷിൻവു സീനിയറിനെയും അടിച്ചു താഴെ വീഴ്ത്തി. കുട്ടികളൊക്കെ ഷിൻവുവിന്റെ ബ്രേവറിയും അവന്റെ മാർഷൽ ആർട്സ് സ്കില്ലും കണ്ട് ഏറെ അതിശയിച്ചിരുന്നു. പക്ഷേ ആ സംഭവം ടീച്ചേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ഷിൻവു തുടർച്ചയായി സ്കൂളിൽ ഫൈറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഷിൻവുവിനെതിരെ ടീച്ചേഴ്സ് ആക്ഷൻ എടുത്തു. ഷിൻവുവിന്റെ ഗാർഡിയനും വളർത്തച്ഛനുമായ ചോയെ വിളിച്ചു വരുത്തി ഷിൻവുവിനെ പറ്റി അവർ കുറ്റങ്ങൾ പറഞ്ഞുകൊടുത്തു. സ്കൂളിൽ തുടർച്ചയായി ഷിൻവു ഫൈറ്റ് ഉണ്ടാക്കുകയാണെന്നും മോനുമേൽ നല്ല ശ്രദ്ധ വേണം എന്ന് ചോയോട് ടീച്ചേഴ്സ് പറഞ്ഞു. ചോയ്ക്കെന്ന് തന്റെ മകനു വേണ്ടി ടീച്ചേഴ്സിനോട് മാപ്പപേക്ഷിക്കേണ്ടി വന്നു. തന്റെ മകന്റെ അടുത്ത് താൻ സ്ട്രിക്റ്റായി ഇക്കാര്യങ്ങളെപ്പറ്റി പറഞ്ഞോളാം എന്നുമെന്ന് ചോയ് പറയുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഷിൻവുവും ജീസങ്ങും കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ മൊത്തം മാറിയെന്നും തനിക്കിനി കുട്ടികളെ ലീയുടെ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നും ഷിൻവു അവളോടായി പറഞ്ഞു. ലീയെ പണിഷ് ചെയ്യാൻ ടീച്ചർമാർക്ക് മടിയാണെന്നും പക്ഷേ തനിക്കെതിരെ ഇപ്പോൾ അവർ ആരോപണങ്ങൾ ഉണ്ടാക്കി തന്റെ അച്ഛനെ വരെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ചെയ്തത് എന്നും ഷിൻവു വ്യക്തമാക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ലീയുടെ അടുത്തെത്തിയ ഷിൻവു ലീയുടെ ഗ്യാങ്ങിൽ ചേരാനുള്ള തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു. തന്റെ വഴിയിൽ തടസ്സം നിന്നിരുന്ന ഏറ്റവും പ്രധാന പ്രശ്നക്കാരനായ പയ്യൻ തന്റെ ഗ്യാങ്ങിൽ ചേരുന്നു എന്നത് ലീയെ സന്തോഷിപ്പിച്ചിരുന്നു. ലീ ഗ്യാങ്ങിലെ മറ്റുള്ളവരും ഷിൻവു തങ്ങളുടെ ഗ്യാങ്ങിൽ ചേരുന്നതിൽ ഏറെ സന്തോഷവാന്മാരായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ലീ ആദ്യമേ തല്ലിയ വീഡിയോ വൈറലായ യൂൻജൂങ്ങിന് മാത്രം ഷിൻവുവിനോട് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. എങ്കിലും കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനും സന്തോഷം അഭിനയിച്ചു. വൈകാതെ ലീയുടെ ഗ്രൂപ്പിൽ ഷിൻവു ജോയിൻ ചെയ്തു എന്ന വാർത്ത സ്കൂൾ മുഴുവൻ പരന്നിരുന്നു. അത്രനാളും ഹീറോവായി ഷിൻവുവിനെ കണ്ട കുട്ടികൾ വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കിക്കാണാൻ തുടങ്ങി. കുട്ടികൾ അവനെ വെറുക്കാനും അവോയ്ഡ് ചെയ്യാനും ആരംഭിച്ചു. ബ്രേക്ക് ടൈമിൽ പാവപ്പെട്ട കുട്ടികളെ ബുള്ളി ചെയ്യുവാൻ ഗ്യാങ് അടക്കം പോകുമ്പോൾ ഷിൻവുവിനെയും ലീയും സംഘവും വിളിച്ചുകൊണ്ടുപോയി. പക്ഷേ ഷിൻവു ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അന്ന് ലീയും ഗ്യാങ്ങും കുട്ടിയെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷിൻവു വിദഗ്ധമായി തന്റെ മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. അന്ന് വൈകുന്നേരം യൂൻജൂങ് ചിലത് തീരുമാനിച്ചിരുന്നു. ലീ അറിയാതെ യൂൻജൂങ് ഗ്യാങ് മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടി. തന്നെ തല്ലിയതിന് ഷിൻവുവിനെതിരെ പ്രതികാരം ചെയ്യണം എന്ന് യൂൻജൂങ്ങിനുണ്ടായിരുന്നു. വൈകിട്ട് അവൻ ബോക്സിംഗ് ജിമ്മിലാണല്ലോ ഉണ്ടാവുക, അങ്ങോട്ട് ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യാം എന്ന് യൂൻജൂങ്ങും ഗ്യാങ്ങും കരുതി. അവർ ജിമ്മിലേക്ക് എത്തുമ്പോൾ ജിമ്മിൽ ഷിൻവു ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ജൂങ്ജിയായിരുന്നു. അവർ ജൂങ്ജിയെ അറ്റാക്ക് ചെയ്തു. ഒഴിഞ്ഞുമാറാൻ ജൂങ്ജി ആദ്യം ശ്രമിച്ചെങ്കിലും ആളെണ്ണത്തിൽ കൂടുതലുള്ള യൂൻജൂങ്ങിന്റെ ഗ്യാങ് മെമ്പേഴ്സ് അവനെ തല്ലിച്ചതച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഗ്യൂറി കടന്നു വരുന്നത്. ആ കാഴ്ച കണ്ടേ അവൾ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു. കാര്യം കയ്യിൽ നിന്ന് പോകുമെന്നറിഞ്ഞതും അവിടെ മറന്നു നിൽക്കുന്ന
നിൽക്കുന്നുണ്ടായിരുന്ന യൂൻജോങ് തന്റെ കയ്യിലുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റ് വെച്ച് ഗ്യൂറിയുടെ തലക്കടിച്ചു വീഴ്ത്തി. ശക്തമായ അടിയേറ്റ് ഗ്യൂറി ബോധം കെട്ട് താഴെ വീണിരുന്നു. അത് കണ്ടതും ഗ്യാങ് മെമ്പേഴ്സ് ഭയപ്പെട്ടു. അവർ അവിടെ നിന്ന് യൂൻജോങ്ങിനെയും കുറ്റപ്പെടുത്തി പുറത്തേക്കോടി. അവർ പോയതും എഴുന്നേറ്റ് വന്ന ജോങ്ജി ആകട്ടെ ഉടൻ ഷിൻവുവിന് കോൾ ചെയ്തു. നടന്ന കാര്യങ്ങൾ അവനോടായി വിശദീകരിച്ചു പറഞ്ഞു. ജിമ്മിലേക്ക് ഷിൻവു ഓടിയെത്തി. ഗ്യൂറി ബോധം കെട്ട് കിടക്കുന്നത് അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. യൂൻജോങ് ആണ് പിന്നിലെന്നറിഞ്ഞതും യൂൻജോങ്ങിനെയും സംഘത്തെയും എതിരിടാൻ അവൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഓടിയോടി ലീയുടെ ഹൈഡൌട്ടിലേക്കും അവൻ എത്തിച്ചേരുകയാണ്. ലീയുടെ ഹൈഡൌട്ടിലേക്ക് എത്തിയ ഷിൻവു ഒട്ടും മടിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ് മെമ്പേഴ്സിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. വളരെ ശക്തമായി അവർക്കെതിരെ പോരാടിയ ഷിൻവു ഓരോരുത്തരെയായി അടിച്ചു താഴെയിട്ടു. യൂൻജോങ്ങിനെയും അടിച്ചവശനായി താഴെയിടാൻ ഷിൻവുവിനധികം നേരം വേണ്ടി വന്നില്ല. അപ്പോഴാണ് ലീ അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ മുഴുവൻ ഷിൻവു അടിച്ചിട്ട് കണ്ട് ലീക്ക് വല്ലാത്ത കലി വന്നു. ലീയും ഷിൻവുവും തമ്മിൽ ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. പക്ഷേ മറ്റുള്ളവരെ പോലെ ഷിൻവുവിന് എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരുവനായിരുന്നില്ല ലീ. ലീ യാഥാർത്ഥ്യത്തിൽ ഒരു MMA ഫൈറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. അവർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. തന്റെ സഹോദരിയോട് അവർ ചെയ്ത പ്രവൃത്തിയുടെ ദേഷ്യം ആളിക്കേറിയ ഷിൻവു ആ വെറിയോടെയായിരുന്നു ഫൈറ്റ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ശക്തമായ പോരാട്ടത്തിലൂടെ ഷിൻവു ലീയെ കീഴ്പ്പെടുത്തി. അപ്പോഴേക്കും ഈ വിവരങ്ങൾ അറിഞ്ഞ് ജീസങ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഷിൻവു ജീസങ്ങിന്റെ അടുത്തേക്ക് ചെന്നു. ലീയുടെയും സംഘത്തിന്റെയും ബുള്ളിയിങ്ങും മറ്റും റെക്കോർഡ് ചെയ്തിരുന്ന ഫോൺ എടുത്ത് അവൻ അവൾക്ക് കൊടുത്തു. ഈ തെളിവുകൾ വെച്ച് കാര്യങ്ങൾ ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാമോ അവർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാനും ഇവർക്കെതിരെ നടപടി ഉണ്ടാക്കിയെടുക്കാനും ഷിൻവു അവളോട് ആവശ്യപ്പെട്ടു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഷിൻവുവിന്റെ സ്കൂള് ഏറെ സമാധാനാന്തരീക്ഷമുള്ള സ്കൂളായി മാറിയിരുന്നു. ഷിൻവു അന്നുകൊടുത്ത തെളിവുകൾ വെച്ച് ലീക്കും സംഘത്തിനുമെതിരെ ആക്ഷൻ എടുക്കപ്പെട്ടു. ബുള്ളിയിങ് അനുവദിക്കാത്ത തരം നിയമങ്ങൾ സ്കൂളിൽ സ്ട്രോങ് ആക്കി മാറ്റി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷിൻവുവാണെന്ന് ഏവരും അറിഞ്ഞിരുന്നു. കുട്ടികളൊക്കെ ഷിൻവുവിനെ വീണ്ടും ഹീറോയെ പോലെ നോക്കിക്കാണാൻ ആരംഭിച്ചു. സന്തോഷത്തോടെ ഷിൻവു സ്കൂളിൽ ചിലവിടുന്ന നിമിഷങ്ങളുടെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.